സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ അതാണ്, സത്യത എവിടെയുണ്ടോ അവിടെ പവിത്രത ഉണ്ടാകും, പവിത്രതയുള്ളിടത്ത് ശാന്തി ഉണ്ടാകും, സുഖമുണ്ടാകും. അങ്ങനെ ആന്തരിക സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ ആ സുഖത്തിന്റെ വൈബ്രേഷൻസ് പുറത്തേക്ക് പോകും. മാത്രമല്ല, നമുക്ക് ഉള്ളിൽ നമുക്കൊരു സുഖം കിട്ടിയാൽ നമുക്ക് പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത വരുന്നത് കൊണ്ടാണ് സ്നേഹം തടസ്സപ്പെട്ടു പോകുന്നത്. നമുക്ക് ആന്തരികമായിട്ട് സുഖം തോന്നിയാൽ, അതായത് ആരും എനിക്ക് കുഴപ്പക്കാരല്ല. ഇപ്പൊ പേടിയാ, അവര് കാരണം എനിക്ക് ഈ നഷ്ടം ഉണ്ടാവുമോ, അവരുടെ കാരണം എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുമോ, പേടി. അതുകൊണ്ട് ബന്ധങ്ങളിൽ കൂടുതൽ സഹകരിക്കാൻ വയ്യ, അവരെന്തു പറയും. അതേസമയം നമ്മൾ ഈ ആന്തരിക സുഖം അനുഭവിച്ചു വന്നാൽ നമുക്ക് മറ്റുള്ളവരെ അൺകണ്ടീഷണലി സ്നേഹിക്കാൻ പറ്റും. അവരെനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണമെന്നില്ല. അവര് ചിലപ്പോ ഒരു പക്ഷെ എന്നെ കൊല്ലാൻ നടക്കുന്നവരായിക്കോട്ടെ, എന്നാലും എനിക്ക് അവരെ പ്രതി ദേഷ്യമില്ല, വെറുപ്പില്ല, വൈരാഗ്യമില്ല, സ്നേഹമേ ഉള്ളൂ. കാരണം അവര് വിചാരിച്ച എന്നെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാമല്ലോ, എന്നെ കണ്ടിട്ട് വേണ്ടേ കൊല്ലാൻ. അപ്പൊ ആരെ പ്രതിയും നമുക്ക് ഒരു നെഗറ്റീവ് ഭാവമില്ല, സ്നേഹഭാവമായിരിക്കും. അങ്ങനെ സ്നേഹം കൊടുത്താൽ, ടു എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടുന്നത് എന്തായിരിക്കും? സ്നേഹം തന്നെ. ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ സഹായത്തിലൂടെയാണ് കൊടുക്കുക.